അവിടെ നിന്ന് ചാടിയെന്ന് പറയുന്നു, കണ്ണട പൊട്ടിയെന്ന് പറയുന്നു. എന്ത് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്? സേതുരാമയ്യർ CBI അതുപോലെയുള്ള പല പടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബോഡി അവർ പല പ്രാവശ്യം ഡമ്മി ഉപയോഗിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴും ആ ബോഡിയുടെ പല ആംഗിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബോഡിയൊക്കെ ചിന്നിച്ചെതറിപ്പോവും, 3ാം നിലയിൽ നിന്നൊക്കെ വന്നു വീഴുന്നത്. ഇതൊക്കെ പരസ്പരം തട്ടിക്കൂട്ടനാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയും പോലെയല്ല. ഇതെല്ലാം പിന്നെ സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ ഈ പിന്നെ അമിത രക്തസ്രാവം അതുകൊണ്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. ഒരു കൊച്ചു കുട്ടി 3ാമത്തെ നിലയിൽ നിന്ന് താഴെ വീഴുമ്പോൾ അവൻ്റെ കണ്ണട മാത്രമല്ല, അവൻ്റെ കയ്യും കാലും ഹൃദയം വരെ ചെതറിപ്പോകും. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. പ്രിയ ഹാഷ്മി സാറേ, ഇവിടെ കൊണ്ടുവന്ന് ബോഡിയുടെ പെട്ടി തുറന്ന് ഞങ്ങൾ കണ്ടതാണ്. മോൻ്റെ ഒരു പല്ല് പോലും പോയിട്ടില്ല, അറിയാമോ? മോന് മുഖത്തിനൊന്നും വലിയ ഫ്രാക്ചറുകളൊന്നുമില്ല. ഈ നെറ്റിയിലെ ഭാഗത്ത് ഒരു ചെറിയ മുറിവും ഇവിടെ 2 പോറല് മാത്രമുണ്ട്. അതുപോലെ ചെവിയിൽ നിന്നോ വേറെ ബ്ലീഡിംഗ് ഒന്നുമില്ല. പിന്നെ ഇതെന്തോന്ന് ആത്മഹത്യ? ഇങ്ങനെയാണോ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ശരീരം ഇങ്ങനെയാണോ കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് അതിലെല്ലാം ഞങ്ങൾക്ക് സംശയമുണ്ട്. ബലപ്പെടുകയാണ്. കാരണം ഒറ്റ കാര്യം ചേട്ടാ, ഇതാണല്ലേ ഇവിടെ ഈ പ്രിൻസിപ്പൾ പറയുന്നത് റാം ഇല്ലായിരുന്നാ പറയുന്നത്. കുട്ടികൾ പറയുന്നു ഈ റൂമിനകത്ത് റാം ഉണ്ടായിരുന്നു പറയുന്നു. റാമിന് ഇതിനോടുള്ള കൊടിയ വൈരാഗ്യം, കൊടിയ വെറുപ്പ്, അത് ഈ പറഞ്ഞ പുഴുത്ത പട്ടി എന്ന് വിളിച്ചത് മാത്രമൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറം വിളിച്ചിട്ടുണ്ടെന്നും മെയ് 13-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി അസഭ്യം പറഞ്ഞ കാര്യം കുട്ടികളുടെ ഫോണിൽ റെക്കോർഡിംഗ് ആയി ഉണ്ടെന്നും, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ CCTV എടുത്ത് അതൊക്കെ അറിയാമെന്നൊക്കെ കുട്ടികൾ ഈ ദിവസങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ റാം ആ റൂമിലുണ്ട് എന്നിരിക്കെ കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്തിനാണ് റാം ആ റൂമിൽ ഇല്ല എന്ന് പറയുന്നത്? എന്തിനാണ് ഇവർക്ക് റാമിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? റാമിനെ ഇപ്പോഴും റാം പിടിയിലായിട്ടില്ല, റാം എവിടെ അറിയില്ല. അതൊക്കെ എങ്ങനെ ശരിയാവുക? ഇല്ല, ഒരിക്കലും ശരിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ റാം ഈ സംഭവം അറിഞ്ഞിട്ട് അവ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്തതെന്നൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം. അതുപോലെ എൻ്റെ മോൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. അപ്പോൾ ഇവൻ വിഴുന്ന് കഴിഞ്ഞിട്ട് ഇവർ O നെഗറ്റീവിന് വേണ്ടി ബ്ലഡിന് വേണ്ടി ഓടി കിടന്നെന്നാണ് ഇപ്പം പുറത്ത് വരുന്ന വിവരം. കാരണം അവിടുത്തെ യൂണിവേഴ്സിറ്റി അവിടുത്തെ കാമ്പസിനകത്തെ കുട്ടികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ O നെഗറ്റീവിന് വേണ്ടിയാണ് ഇവർ ഓടിയാണെന്നുള്ളത്. പിന്നെ വീണിട്ട് 3 മണിക്കൂറോളം ഇവ ഹോസ്പിറ്റലിൽ കിടന്നെന്നാണ് പറയുന്നത്. ഒരു ചികിത്സയും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല. തൊട്ടടുത്ത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ഇവൻ എങ്ങനെയെങ്കിലും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ മൈൻഡ് ചെയ്യാതിരുന്നത്. അതുപോലെ ഇവിടെ ഗ്ലാസ് പൊട്ടി അങ്ങോട്ട് മാറ്റി വെച്ചെന്ന് പറയുന്നു, അതും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത കാര്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.